ഇന്ന് പറയാനുള്ളത് കൽപ്പാത്തി രഥോത്സവത്തിനെ പറ്റിയാണ്. ഇപ്പോഴും പഴമ കാത്തു സൂക്ഷിക്കുന്ന അഗ്രഹാര തെരുവുകളിലൂടെ ഞങ്ങൾ കാഴ്ച കണ്ടു നടന്നു. രാവിലെ ജനങ്ങൾ പൊതുവെ കുറവായിരുന്നു. പിന്നീട് തിരക്കായി. അരിപ്പൊടിക്കോലങ്ങൾ ഓരോ അഗ്രഹാരത്തിൻ്റെയും മാറ്റുകൂട്ടി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയത് 100 വർഷത്തിൻ്റെ ചരിത്രം പറയാനുള്ള ലക്ഷ്മി ടീ സ്റ്റോളിലാണ്. സേവയും ഇഡ്ഡലിയും നല്ല ഫിൽറ്റർ കോഫിയും വടയും ഞങ്ങളും കുട്ടികളും ആസ്വദിച്ച് കഴിച്ചു. അതിനുശേഷം ലക്ഷ്മി നാരായണ പെരുമാൾ സ്വാമി ക്ഷേത്രത്തിൽ കയറി തൊഴുതു. ക്ഷേത്രങ്ങളിലും തെരുവുകളിലും നാദസ്വരങ്ങളും രഥോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മന്ത്രധ്വനികൾ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഓരോ ക്ഷേത്രങ്ങളും തെരുവുകളും. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ കൽപ്പാത്തി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിശാലാക്ഷി സമേത ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിലെത്തി. ദക്ഷിണ കാശി എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് 700 വർഷത്തെ പഴക്കമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചരിത്രം കുത്തിവെച്ച ഒരു ശിലാഫലകവും ഈ ക്ഷേത്രത്തിൽ സംരക്ഷിച്ചു വരുന്നു. കാശിയിൽ പാതി കൽപ്പാത്തി എന്നാണല്ലോ. കൽപ്പാത്തിയിലെ പ്രശസ്തമായ ദേവരഥ സംഗമം നടക്കുന്നത് ഈ ക്ഷേത്രത്തിലാണ്. മന്ദങ്കര ഗണപതി ഭഗവാന്റെ തേരാണ് ഈ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. ഒരുപാട് കൊത്തുപണികൾ ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ രഥങ്ങൾ. മരത്തിൽ തീർത്ത കാവ്യങ്ങൾ. ഈ കാണുന്നത് ഭക്തജനങ്ങൾ രഥം വലിക്കുന്നതാണ്. പഴമയുടെയും പാരമ്പര്യത്തിൻ്റെയും ഒരു സംഗമോത്സവവുമാണ് ഓരോ കൽപ്പാത്തി രഥോത്സവങ്ങളും.